വിഴിഞ്ഞം തുറമുഖത്തെ ഭാരത്മാല പദ്ധതിയുമായും നിർദ്ദിഷ്ട ചരക്ക് ഇടനാഴികളുമായും സംയോജിപ്പിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയിൽ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ലോജിസ്റ്റിക് പാർക്കുകളും തീരദേശ കപ്പൽ സേവന സൗകര്യങ്ങളും നിർമ്മിക്കണം. കൂടുതൽ ഇലക്ട്രിക് ബസും മെട്രോ സർവീസും ആധുനിക നഗരഗതാഗത സംവിധാനങ്ങളും അനുവദിക്കണം. പൊതു വൈഫൈ ഉൾപ്പെടെ ഗ്രാമീണ ഡിജിറ്റൽ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. തീരദേശ മേഖലയിലെ ധാതു സമ്പത്ത് പരിഗണിച്ച വിഴിഞ്ഞത്തെയും ചവറയും കൊച്ചിയെയും ബന്ധപ്പെടുത്തി പെർമനന്റ് മാഗ്നറ്റുകളുടെ ആഭ്യന്തര ഉത്പാദനം ലക്ഷ്യമിട്ട് അപൂർവ ധാതു ഇടനാഴിക്ക് രൂപം നൽകണം. ഇതിനായി 1000 കോടി രൂപ അനുവദിക്കണം. മൂലധന ചെലവുകൾക്കായി സംസ്ഥാന GDP-യുടെ 0.5% കോടി അധിക വായ്പ എടുക്കാൻ അനുവദിക്കണം. മൂലധന ചെലവായി പരിഗണിച്ച ദേശീയപാതയ്ക്കുള്ള ഭൂമി ഏറ്റെടുക്കലിനും വായ്പ എടുക്കാൻ അനുവദിക്കണം. സംസ്ഥാനങ്ങൾക്കായി കേന്ദ്രം അനുവദിക്കുന്ന 50 വർഷത്തെ പലിശരഹിത മൂലധന വായ്പയുടെ 25% ആസ്തി പുനരുജ്ജീവന ഫണ്ടിനായി നീക്കിവെക്കണം. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്തുന്നതിനായി GST സംരക്ഷണ ചട്ടക്കൂടിന് രൂപം നൽകണം. GST പരിഷ്കരണത്തിൽ സാമ്പത്തിക തിരിച്ചടിയുണ്ടായ സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാര സെസ്സിലൂടെ നഷ്ടപരിഹാരം അനുവദിക്കണം. നികുതി വെട്ടിപ്പ് ഒഴിവാക്കാൻ ഇ-കൊമേഴ്സ് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കണം. തുറമുഖാധിഷ്ഠിത വ്യവസായ ഇടനാഴി, ഗ്രീൻ ഹൈഡ്രജൻ കേന്ദ്രം, സീഫുഡ് പാർക്ക് തുടങ്ങിയ തുറമുഖ ബന്ധിത പദ്ധതികൾ അനുവദിക്കണം. സപ്ലൈകോയ്ക്ക് FCIയിൽ നിന്ന് കിട്ടാനുള്ള ബാധ്യതകൾ നീക്കി നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ ആധുനീകരിക്കാൻ 2000 കോടി അനുവദിക്കണം. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതം 60 നിന്ന് 75% ഉയർത്തണം. വിവിധ തോട്ടംവിള ബോർഡുകൾക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കണം. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജന മേഖലയ്ക്കായി പ്രത്യേക പാക്കേജ് അനുവദിക്കണം. കടൽ ഭിത്തി കെട്ടാനും പ്രളയ സാഹചര്യം നേരിടുന്നതിനും കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനും മറ്റുമായി തീരദേശ നിധിക്ക് രൂപം നൽകണം എന്നൊക്കെയാണ് ബാലഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ടം ഉൾപ്പെട്ട പ്രവർത്തനങ്ങൾ ജനുവരി 2ാം വാരത്തോടെ തുടങ്ങുമെന്ന് മന്ത്രി VN വാസവൻ. മുഖ്യമന്ത്രിയുടെയും അദാനിയുടെയും സൗകര്യം അനുസരിച്ചായിരിക്കും ജനുവരിയിലെ ഉദ്ഘാടനം നിശ്ചയിക്കുകയെന്നും 2028 തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ആലോചനാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2024 ഡിസംബർ 3-നായിരുന്നു തുറമുഖത്തെ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ജനുവരി 2ാം വാരത്തിൽ തുറമുഖത്തെയും കഴക്കൂട്ടം കാരോട് ദേശീയപാതയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ കണക്ടിവിറ്റി റോഡിന്റെ ഉദ്ഘാടനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ കരമാർഗമുള്ള ചരക്ക് നീക്കത്തിനുള്ള തുടക്കമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതുവരെ തുറമുഖത്ത് വന്നുപോയത് 636 കപ്പലുകളാണ്. 13.25 ലക്ഷം കണ്ടെയ്നറുകളും കൈകാര്യം ചെയ്യാനായി. ലോകത്തെ മുൻനിര ചരക്ക് കപ്പലുകളായ MSC ടർക്കി, ഐറിന, വെറോന എന്നിവ വിഴിഞ്ഞം തീരത്തടുത്ത് ചരക്കിറക്കിപ്പോയി. നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് ഇതുവരെ 97 കോടിയോളം രൂപയാണ് ലഭിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട്. പുതിയ കരാർ അനുസരിച്ച് 2028 തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിക്കും. ഇതോടെ വിഴിഞ്ഞം ലോക ശ്രദ്ധിക്കുന്ന തുറമുഖമായി മാറും. നിലവിലുള്ള 800 മീറ്റർ ബർത്തിനോട് 1200 മീറ്റർ കൂടി ചേർത്ത് നിർമ്മിച്ച് 2000 മീറ്റർ ആക്കും. വൻകിട കമ്പനികളുടെ വലിയ കപ്പലുകൾക്ക് ഒരേ സമയം കൂടുതൽ കപ്പലുകൾ എത്തിച്ച് ചരക്കിറക്കാനും സാധിക്കും എന്നതും പ്രത്യേകതയാണ് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തുറമുഖത്തുള്ള 2.96 കിലോമീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിനോടൊപ്പം 920 മീറ്റർ കൂടി നിർമ്മിച്ച് 3900 മീറ്റർ ആക്കും. തുരങ്കപാത ഉൾപ്പെട്ട റെയിൽ കണക്ടിവിറ്റിക്കായി 10.7 കിലോമീറ്റർ റെയിൽപാതയുടെ ഭൂമി ഏറ്റെടുക്കലും പുരോഗമിക്കുകയാണ്. തുറമുഖത്തിന് ICP എന്ന ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് സ്റ്റാറ്റസ് ലഭിച്ചതോടെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നടത്തും. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ദൂരം. 20 മീറ്റർ ആഴം, അടിയിൽ പാറയും ഉൾപ്പെട്ട പ്രകൃതിദത്ത സൗകര്യങ്ങളുമുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് എന്നും മുതൽക്കൂട്ടാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.